കോഴിക്കോട് ആംബുലൻസിന് വഴി തടസ്സമുണ്ടാക്കിയ ബൈക്ക് യാത്രികനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസിന് 22 കിലോമീറ്ററോളം ദൂരമാണ് വഴി തടസ്സമുണ്ടാക്കിയത്. ബൈക്ക് ഓടിച്ച ചെലവൂർ സ്വദേശി CK ജഫ്നാസിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ ലൈസൻസ് റദ്ദാക്കും. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 22 കിലോമീറ്ററോളം ഒരു ആംബുലൻസിന് മാർഗദർശനം സൃഷ്ടിക്കുന്നു. ഇയാളുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ആംബുലൻസിന് ബോധപൂർവം അങ്ങനെ ഒരു വഴി തടസ്സം സൃഷ്ടിച്ചുവെന്നാണോ പോലീസ് പറയുന്നത്? നിലവിൽ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? അനീഷ്, ടോമോ ഇന്നലെ രാത്രി 8 മണിക്ക് വയനാട്ടിൽ നിന്നും അടിയന്തരമായ ചികിത്സയ്ക്ക് വേണ്ട ഒരു രോഗിയുമായി വിംസ് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വന്ന ആംബുലൻസിനാണ് ഇയാൾ മാർഗതടസ്സം സൃഷ്ടിച്ചത്. 9:15 മുതൽ ഏതാണ്ട് 1 മണിക്കൂറിലധികം മാർഗതടസ്സം സൃഷ്ടിച്ചു. 22 കിലോമീറ്റർ ദൂരമാണ് ഇത്തരത്തിൽ ഓടേണ്ടി വന്നത് എന്ന് ആംബുലൻസ് ഡ്രൈവർ പറയുന്നു. പലവട്ടം ഈ സൈറനടിച്ചും ഒപ്പം വാഹനത്തിന്റെ ഹോൺ അടിച്ചുമൊക്കെ ഇയാൾ ഈ വാഹനത്തിന് മുന്നാലെ പോകുന്നത് തടയാനുള്ള ശ്രമം നടന്നു. മറ്റു വാഹനങ്ങളെല്ലാം ഈ ആംബുലൻസ് പാഞ്ഞു വരുമ്പോൾ ഒതുക്കി നൽകുമെങ്കിലും ഇയാൾ അമിത വേഗത്തിൽ തന്നെ ഈ ആംബുലൻസിന്റെ വേഗത്തിനേക്കാൾ വേഗത്തിൽ ആംബുലൻസിന് മുന്നിലൂടെ പായുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പലവട്ടം ഈ സൈറൻ അടിച്ചെങ്കിലും മാറ്റിയില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ വരുമ്പോൾ അതിനു മുന്നിൽ നിന്നും ഒതുക്കി കൊടുത്ത് ആംബുലൻസ് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം മുൻവശത്തൊരു വാഹനം ഓടിക്കൊണ്ടിരുന്നാൽ ആംബുലൻസ് ഡ്രൈവർക്കും അത്ര സ്വതന്ത്രമായി അത്ര വേഗത്തിൽ ഓടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഒരുപക്ഷെ ഈ വാഹനവുമായി ഈ നിശ്ചിത സ്ഥലത്തു നിന്നും വളരെ പെട്ടെന്ന് നഗരത്തിലേക്കും മറ്റും എത്താനുള്ള ശ്രമമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ചെയ്തതെന്നൊരു കണക്കൂട്ടുണ്ട്. കാരണം പുറകിൽ ആംബുലൻസ് സൈറൻ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് പാഞ്ഞു വരുമ്പോൾ മുന്നിലുള്ള വാഹനങ്ങൾ മാറ്റുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ വിടവിൽ മുന്നിലേക്ക് പോകാൻ കഴിയുമെന്ന ഒരു തോന്നലായിരിക്കാം ഉണ്ടായിരുന്നത്. ഒപ്പം മറ്റു ചില ആളുകൾക്ക് ഇതൊരു വിനോദമാണ്. ഇത്തരം ആംബുലൻസുകളുടെയും അടിയന്തരമായി പോകേണ്ട വാഹനങ്ങളുടെയും മുന്നിലേക്ക് പോകേണ്ടത് ഒരു വിനോദമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും 1 മണിക്കൂർ വൈകിയാണ് ആംബുലൻസ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിയത്. തുടർന്നാണ് ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ ഈ ആംബുലൻസിനുള്ളിൽ തന്നെ മറ്റു ജീവനക്കാർ ശേഖരിച്ചിരുന്നു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്തായാലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെലവൂർ സ്വദേശി ആയ ജഫ്നാസ് എന്നയാളാണ് അറസ്റ്റിൽ ആയിരിക്കുന്നത്. ഇയാളുടെ വാഹനം RTO ഈ സ്കൂട്ടർ ഇയാൾ ഓടിച്ച സ്കൂട്ടർ RTO കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ലൈസൻസ് റദ്ദാക്കും എന്നാണ് ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടെ ആംബുലൻസിന് വഴി തടസ്സമുണ്ടാക്കിയ ബൈക്ക് യാത്രികനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്.